എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലാൻഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ ഫിസിക്സും കെമിസ്ട്രി ഞാൻ ഇവിടെ പാരലായിട്ട് പോകും. അതായത് ഒരു ടോപ്പിക്ക് നമ്മൾ ഫിസിക്സിനാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്ത കെമിസ്ട്രിയുടെ പിന്നെ ഫിസിക്സ് അങ്ങനെ. അപ്പം നിങ്ങൾക്ക് ഒരു മടുപ്പില്ലാതെ ക്ലാസ്സസ് കാണാം. അപ്പം 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു, കാരണം എനിക്ക് കുറച്ച് വയ്യാതിരിക്കുകയായിരുന്നു. അതായിരുന്നു വീഡിയോസ് ഒന്നും എടുക്കാനും ഇടാനും ഒന്നും പറ്റാഞ്ഞത്. അപ്പം ഇന്ന് നമ്മൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി പാർട്ടിക്കിൾ ഡൈനാമിക്സ് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതായത് +1 ചാപ്റ്റർ 2 +1 ഫിസിക്സിന്റെ ചാപ്റ്റർ 2 നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ പാർട്ടിക്കിൾ ഡൈനാമിക്സിന്റെ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 വീഡിയോസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആണ് ആ ഒരു ചാപ്റ്റർ. അതായത് ഈ ഒരു അഞ്ചാമത്തെ ചാപ്റ്ററാണ് ഫിസിക്സ് +1ന്റെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അതിലായിരിക്കും ഈ ഒരു ടോപ്പിക്കിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ കുറച്ച് പ്രൊജക്ടൈലിനെ കുറിച്ചും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് സർക്കുലർ മോഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്ത് കുറച്ച് ഡെറിവേഷനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനൽ ഇക്വേഷൻസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിലോട്ട് പോവാം. ഓക്കെ, അതായത് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അതായിരിക്കും. ന്യൂട്ടന്റെ എന്താണ് 3 ചലന നിയമങ്ങളാണുള്ളത്. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ +1 വന്നിട്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ആമുഖത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് എന്താ പറയുന്നത്, ഒരു വസ്തു സഞ്ചരിക്കുന്നത് എങ്ങനെയെന്ന് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തിരുന്നു. സമചലനത്തെ പറ്റി പഠിക്കാൻ പ്രവേഗം മാത്രം മതിയാകുമെന്നും അസമചലനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ പ്രവേഗത്തോടൊപ്പം ത്വരണം എന്ന ആശയം കൂടി പരിഗണിക്കേണ്ടി വരുമെന്നും നാം മനസ്സിലാക്കി. പ്രവേഗം, ത്വരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോഴും വസ്തുക്കളുടെ ചലനം എപ്രകാരം സംഭവിക്കുന്നു എന്ന അടിസ്ഥാന പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നില്ല. ഈ അധ്യായത്തിലൂടെ ഈ അടിസ്ഥാന കുറിച്ചുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്, മോഷൻ എങ്ങനെയാണെന്ന്, അതായത് യൂണിഫോം മോഷൻ എങ്ങനെയാണ്, നോൺ യൂണിഫോം മോഷൻ എങ്ങനെയാണ്, ആക്സലറേഷൻ എന്താണ്, വെലോസിറ്റി എന്താണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ എന്താണ്, ശരിക്കും മോഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ അല്ലെ, എപ്രകാരമാണ് മോഷൻ നടക്കുന്നത്, എന്താണ്, ഹൗ ഡസ് മോഷൻ ടേക്സ് പ്ലേസ് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുകയാണ്. അപ്പൊ നോക്കിക്കേ, നിത്യജീവിതത്തിൽ നാം ചലനത്തിന് പല ഉദാഹരണങ്ങളും കാണാറുണ്ട്. ഇവയെ അധികരിച്ച് ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഒരു പന്ത് ചലിക്കണമെങ്കിൽ ആരെങ്കിലും ആ പന്തിനെ കാലുകൊണ്ട് തട്ടിയേ മതിയാവൂ. ഒരു കല്ല് മുകളിലേക്ക് എറിയാൻ കല്ലിൽ മുകളിലേക്ക് ഒരു തള്ളൽ പ്രയോഗിക്കണം. ചെറിയ കാറ്റ് വീശുമ്പോൾ മരച്ചില്ലകൾ ആടുന്നത് നാം കാണുന്നു. അതേസമയം ശക്തമായി കാറ്റിൽ ഭാരമേറിയ വസ്തുക്കൾക്ക് പോലും ചലനം സംഭവിക്കുന്നു. ഒഴുകുന്ന നദിയിൽ തുഴഞ്ഞില്ലെങ്കിൽ പോലും വഞ്ചി ഒഴുക്കിനോടൊപ്പം മുന്നോട്ട് സഞ്ചരിക്കും. അതായത് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കാനുള്ള ബലം നൽകുന്നതിന് ഒരു ബാഹ്യശക്തി ആവശ്യമായി വരുന്നുവെന്ന് കാണാം. ഇതുപോലെ വസ്തുക്കളുടെ ചലനം നിർത്തുന്നതിനും ചലന വേഗത കുറയ്ക്കുന്നതിനും ഒരു ബാഹ്യബലം ആവശ്യമാണ്. അല്ലെ, ഇപ്പൊ വസ്തുക്കൾ ചലനം നിർത്തണമെങ്കിലും അതുപോലെ അവരുടെ വേഗത മാറ്റണമെങ്കിലും എന്താണ്, ബാഹ്യബലം. ബാഹ്യബലം എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ബാഹ്യ എന്ന് വെച്ചാൽ പുറത്തു നമ്മൾ പറയുന്നത്, ബലം, ഫോഴ്സ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ്, നമുക്കൊരു മൂവിങ് ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാനും മാറ്റാനും പറ്റുള്ളൂ. അപ്പൊ നോക്കിക്കേ, ചരിഞ്ഞ പ്രതലത്തിലൂടെ താഴേക്ക് ഉരുളുന്ന പന്തിനെ പിടിച്ചു നിർത്തണമെങ്കിൽ പന്തിന്റെ ചലനദിശയ്ക്ക് വിപരീതമായി ബലം പ്രയോഗിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്കറിയാലോ. ഓക്കെ, അപ്പം ഈ ഉദാഹരണങ്ങളിലെല്ലാം ബലം നൽകുന്ന ബാഹ്യശക്തി, കൈകൾ, കാറ്റ്, നദിയുടെ ഒഴുക്ക് മുതലായവ വസ്തുക്കളുമായി നേരിട്ട് സമ്പർക്കത്തിലാണ്. എന്നാൽ എപ്പോഴും ബാഹ്യശക്തി ഇപ്രകാരം ആയിരിക്കണമെന്നില്ല. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്കിടുന്ന കല്ലിന് ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം താഴേക്ക് ത്വരണം സംഭവിക്കുന്നു. അല്പം അകലെയിരിക്കുന്ന ഇരുമ്പാണിയെ ആകർഷിക്കാൻ കാന്തത്തിന് സാധിക്കുന്നു. അകലെയാണെങ്കിൽ പോലും ബാഹ്യശക്തിക്ക്, ഉദാഹരണം ഗുരുത്വാകർഷണ ബലം, കാന്തിക ബലം, ബാഹ്യശക്തികൾക്ക് വസ്തുക്കളിൽ ബലം പ്രയോഗിക്കാനുള്ള കഴിവുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. അല്ലെ, അപ്പൊ ബലം നമ്മളിപ്പോ മേലിൽ പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ എന്താണ്, വസ്തുവുമായിട്ട് നേരിട്ട് സമ്പർക്കം വരുന്നുണ്ട്. അതായത് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് നമ്മൾ പറയും. അല്ലെ, ഫോഴ്സ് തന്നെ 2 തരത്തിലുണ്ട്, കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. കോണ്ടാക്ട് ഫോഴ്സ് എന്താണ് വരുന്നത്, ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സും നമ്മുടെ ഒബ്ജക്റ്റും അല്ലെ, മോഷനിലാകുന്ന ഒബ്ജക്റ്റും നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോഴാണ് നമ്മൾ അതിനെ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കും, നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അപ്പൊ ഈ നമ്മുടെ
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇവരൊക്കെ എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് അല്ലെ. ബാർ മാഗ്നറ്റ് ഒരു ബാർ മാഗ്നറ്റ് കാര്യോടെ പറയുന്നത് അല്ലെ, ഒരു കാന്തത്തിന് എന്തിനെ അല്പ അകലെ ഇരിക്കുന്ന ഇരുമ്പാണി എന്താണ് ആകർഷിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കയ്യിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്, അതിന്റെ അടുത്തൊരു ഇരുമ്പാണി വെച്ചാൽ എന്താണ് അത് അട്രാക്ട് ചെയ്യുന്നു. ഒരു കുറച്ച് ദൂരെ വെച്ചാലും എന്താണ് അത് അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ് അത് സമ്പർക്കം ഇല്ലാതെ അവിടെ എന്താണ് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ സമ്പർക്കവും ഇല്ലാതെ തന്നെ വസ്തുക്കളിൽ എന്താണ് ബലം പ്രയോഗിക്കാനുള്ള കഴിവുണ്ടെന്ന് ഈ ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുന്നു വ്യക്തമാക്കുന്നു. ഓക്കെ, അപ്പൊ സമ്പർക്ക ബലമുണ്ട്, സമ്പർക്കത്തിലില്ലാത്ത ബലവുമുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ചുരുക്കത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കുന്നതിനും ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ നിശ്ചലമാക്കുന്നതിനും വേണ്ടിയുള്ള ബലം നൽകുന്നതിന് ഒരു ബാഹ്യശക്തി അല്ലെ, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആവശ്യമാണെന്ന് കാണാം. ഈ ബാഹ്യശക്തി വസ്തുവുമായി നേരിട്ട് സമ്പർക്കത്തിലോ അല്ലാതെയോ ആകാം. അതാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ വസ്തു സമചലനത്തിലാണെങ്കിലോ, ഉദാഹരണത്തിന് തിരശ്ചീനമായി മഞ്ഞുപാളിയിലൂടെ സ്ഥിരവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സ്കേറ്റർ, വസ്തുവിന്റെ സമചലനം അതേപടി തുടരുന്നതിന് ബാഹ്യബലം ആവശ്യമാണോ? അല്ലെ, അപ്പൊ നമ്മൾ പറഞ്ഞു റെസ്റ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇത് രണ്ടിനും എന്താണ് നമുക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരു യൂണിഫോം മോഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ യൂണിഫോം മോഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നാണ് ചോദ്യം അല്ലെ. ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു കീപ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആദ്യം രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് അരിസ്റ്റോട്ടിലിന്റെ മിഥ്യാധാരണ. ആദ്യം അരിസ്റ്റോട്ടിൽ എന്താണ് വിചാരിച്ചു വെച്ചതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഈ കാര്യമാണ് ഇവിടെ ഉള്ളത്. അതായത് വസ്തുക്കളുടെ ചലനം തുടർന്നുകൊണ്ട് പോകുന്നതിന് ഒരു ബാഹ്യബലം ആവശ്യമാണ്. ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ പറഞ്ഞു നിർത്തിയത്. ഇനി ഈ അരിസ്റ്റോട്ടിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തിയതിന് ശേഷം എന്താണ് നമ്മുടെ ഗലീലിയോ കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തു. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് അരിസ്റ്റോട്ടിലിന്റെ തത്വം ഇവിടെ തൊട്ടാണ് പറയുന്നത്. അരിസ്റ്റോട്ടിലിന്റെ തത്വം പാളിച്ചയുള്ളതാണെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ തന്റെ നിത്യജീവന അനുഭവങ്ങളിൽ നിന്നാണ് ഇത്തരം നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. കളിപ്പാട്ടക്കാരനെ ചലിപ്പിക്കാൻ തുടർച്ചയായി അതിന്റെ ചരടിൽ പിടിച്ചു വലിക്കുന്ന ഒരു ബാലന് കളിപ്പാട്ടക്കാരന്റെ ചലനത്തിന് ഒരു ബാഹ്യബലം ആവശ്യമാണെന്നുള്ള ഉൾക്കാഴ്ച എന്താണ് ഉണ്ട്. ചരടിൽ നിന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ കാറിന്റെ ചലനം നിൽക്കുന്നതും കാണാം. ഭൂമിയിലെ ഭൂരിഭാഗം ചലനങ്ങൾക്കും സമാന അനുഭവമാണുള്ളത്. വസ്തുക്കളുടെ ചലനം തുടർന്നു പോകുന്നതിന് ഒരു ബാഹ്യബലത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. ഇത്തരം ബലത്തിന്റെ അഭാവത്തിൽ ക്രമേണ വസ്തുക്കൾ നിശ്ചലാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ എന്താ പറയുന്നത്, വസ്തുക്കളുടെ ചലനം തുടർന്നു പോകുന്നതിന് ബാഹ്യബലം ആവശ്യമാണെന്നാണ് ആര് പറഞ്ഞത്, അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ഇനി പക്ഷെ ഇതിലെന്താണ് ഒരു ചെറിയ പാളിച്ചയുണ്ട്. എന്താണ് അരിസ്റ്റോട്ടിലിന്റെ ഈ ധാരണയിലുള്ള പാളിച്ച നമുക്ക് നോക്കാം. അരിസ്റ്റോട്ടിലിന്റെ തത്വത്തിലുള്ള പാളിച്ച എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിപ്പാട്ടക്കാർ അല്പസമയം കഴിയുമ്പോൾ നിശ്ചലമാകുന്നത് തറയിലൂടെ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഘർഷണ ബലം മൂലമാണ്. എന്താണ് ഘർഷണ ബലം? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷൻ എന്താണെന്ന് അറിയാലോ. അതായത് ഒരു സർഫസിലൂടെ, അതായത് ഒരു ഒബ്ജക്റ്റ് എന്താണ് മൂവ് ചെയ്യാന്ന് വിചാരിക്കാം. നമ്മൾ ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒബ്ജക്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് എന്താണ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒപ്പോസിംഗ് ഫോഴ്സ് ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സർഫസ്, അതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ, ഘർഷണ ബലം. അപ്പൊ ഈ ഘർഷണ ബലം മൂലം കാരണം എന്താണ്, ഈ ഒരു കളിപ്പാട്ടക്കാർ കുറച്ച് ദൂരം നമ്മൾ തറയിൽ ഇങ്ങനെ തള്ളി വിട്ടാൽ എന്താണ് കുറച്ചു നേരം കഴിയുമ്പോൾ അതിങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് അത് റെസ്റ്റിലോട്ട് വരുന്നു. അതെന്തുകൊണ്ടാണ്? ഈ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലെ. അപ്പൊ ഈ ഘർഷണ ബലത്തെ പ്രതിരോധിക്കാൻ കുട്ടി ഒരു ബാഹ്യബലം കാറിൽ പ്രയോഗിക്കേണ്ടി വരുന്നു. കാർ സമചലനത്തിനാണെങ്കിൽ അതിൽ ഒരു ബാഹ്യബലവും പ്രയോഗിക്കപ്പെടുന്നില്ല എന്ന് കാണാം. കാരണം കുട്ടി പ്രയോഗിക്കുന്ന ബലം ഘർഷണ ബലത്തെ നിർവീര്യമാക്കുന്നു അല്ലെ. അതായത് ഘർഷണ ബലം ഇല്ലെങ്കിൽ കുട്ടിക്ക് തന്റെ കളിപ്പാട്ടക്കാരന്റെ സമചലനത്തിനായി ഒരു ബാഹ്യബലം പ്രയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയില്ലെന്നാണ് അനുമാനിക്കാവുന്നത്. അതായത് നമ്മളിപ്പം ഒരു കളിപ്പാട്ട കാർ ഉരുട്ടുമ്പോഴത്തേക്കും ഉണ്ട് എന്തായാലും അവിടെ ഘർഷണ ബലം ഉണ്ട് അല്ലെ. അപ്പൊ ഘർഷണ ബലം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ കുട്ടി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്താണ്? ആ കാറിനെ യൂണിഫോം മോഷനിൽ കീപ്പ് ചെയ്യാനായിട്ട്. അപ്പം അവിടെ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ചിലപ്പോൾ 0 ആയി പോകും. കാരണം എന്താണ്, കുട്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഘർഷണ ബലത്തിന്റെ ഫോഴ്സും എന്താണ് പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും അല്ലെ. അങ്ങനെ ക്യാൻസൽ ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത് കാരണം കുട്ടി ഉപയോഗിക്കുന്ന ബലം ഘർഷണ ബലത്തെ എന്ത് ചെയ്യുന്നു, നിർവീര്യമാക്കുന്നു. അതുകൊണ്ടാണ് കാർ സമചലനത്തിലാണെങ്കിൽ അതൊരു ബാഹ്യ ബലവും പ്രയോഗിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത് അല്ലെ. ഇനി എന്താ നോക്കാം.
ഖരപദാർത്ഥങ്ങളിലെ ഘർഷണബലം, ദ്രവപദാർത്ഥങ്ങളിലെ വിസ്കസ് ബലം എന്നിവ പ്രകൃതിയിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്നവയാണ്. തന്മൂലം വസ്തുക്കളുടെ സമചലനം തുടർന്നു പോകണമെങ്കിൽ ഈ ഘർഷണബലങ്ങളെ മറികടക്കാൻ ആവശ്യമായ ഒരു ബാഹ്യബലം കൂടിയേ കഴിയൂ. ഇവിടെയാണ് അരിസ്റ്റോട്ടിലിന് പാളിച്ച സംഭവിച്ചത്. സോ നിത്യജീവിതത്തിൽ ഇത്തരം പ്രായോഗിക അനുഭവങ്ങളെയാണ് അടിസ്ഥാനവാദത്തിന്റെ രൂപത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ബാഹ്യബലം എന്താണ്, ആവശ്യമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ ഒരു പാളിച്ച എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നിത്യജീവിതത്തിൽ എന്താണ്, ഘർഷണ ബലങ്ങളുണ്ട്. ഈവൻ ദോ നമ്മൾ ഒരു സർഫസിലൂടെ ഒരു സാധനം മൂവ് ചെയ്യുന്നതല്ല, അല്ലാതെ ദ്രവ്യ പദാർത്ഥങ്ങളിലെ, അതായത് ഫ്ലൂയിഡ്സിൽ എന്താണ് വിസ്കസ് ഫോഴ്സ് എന്നാണ് പറയുന്നത് അല്ലെ ഈ ഘർഷണ ബലത്തിനെ. അപ്പം അവിടെയും എന്താണ് ഘർഷണമുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു ഫോഴ്സ് നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ മാത്രമേ എന്താണ് ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിൽ തുടരുകയുള്ളൂ. അപ്പൊ അവിടെയാണ് അരിസ്റ്റോട്ടിലിന്റെ നിഗമനത്തിന് ഒരു പാളിച്ച പറ്റിയത്. അപ്പൊ എന്താണ്, ഒരു ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു കീപ് ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ഓക്കെ, ഇനി പ്രകൃതിയിലെ വസ്തുക്കളുടെ ചലനത്തിനെയും ബലങ്ങളെ കുറിച്ചുമുള്ള സാർവത്രിക ഒരു നിയമം രൂപീകരിക്കുന്നത് കർശന ബലങ്ങളാൽ തടസ്സപ്പെടാത്ത സമചലനത്തെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ. ഇതാണ് ഗലീലിയോ സ്വീകരിച്ച മാർഗം. അടുത്ത നോക്കാം, ജഡത്വ നിയമം. അല്ലെ, ഇവിടെ തൊട്ടാ നമ്മുടെ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് പറയാം. ഓക്കെ, ജഡത്വ നിയമം അല്ലെങ്കിൽ ദ ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, ജഡത്വം എന്ന് പറയുന്നതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഇനേർഷ്യ അല്ലെ. അത് നോക്കാം. ഒരു ചരിഞ്ഞ പ്രതലത്തിലൂടെയുള്ള വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ച് ഗലീലിയോ പഠനം നടത്തുകയുണ്ടായി. ഇതിലൂടെ താഴെ പറയുന്ന നിഗമനങ്ങളിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ചരിവ് തലത്തിലൂടെ താഴേക്ക് സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ത്വരണവും ചരിവ് തലത്തിലൂടെ മുകളിലേക്ക് സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് മന്ദീകരണവും കൂടാതെ നിരപ്പായ ഒരു പ്രതലത്തിൽ ഇവയ്ക്ക് രണ്ടിനുമിടയിലുള്ള അവസ്ഥയും കാണിക്കുന്നു. അതായത് ഘർഷണ ബലമില്ലാത്ത തിരശ്ചീനമായ ഒരു പ്രതലത്തിലൂടെ സഞ്ചരിക്കുന്ന വസ്തുവിന് ത്വരണമോ മന്ദീകരണമോ സംഭവിക്കുന്നില്ല. പകരം ആ വസ്തു സ്ഥിര പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നത് ഗലീലിയോ അനുമാനിച്ചു അല്ലെ. അപ്പൊ എന്താ പറയുന്നത്, ഒരു ചരിവുതലത്തിലൂടെ മുകളിൽ താഴോട്ട് സഞ്ചരിക്കുന്ന വസ്തുവാണെങ്കിൽ എന്താണ്, അതിന് ത്വരണം ഉണ്ടാവും. ചരിവുതലത്തിലുള്ള മുകളിലേക്ക് സഞ്ചരിക്കുന്ന വസ്തുവിന് എന്താണ്, മന്ദീകരണം ഉണ്ടാവും. മന്ദീകരണം എന്ന് വെച്ചാൽ റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷൻ, മന്ദീകരണം. ആക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിരപ്പായ ഒരു പ്രതലത്തിൽ ഇവയ്ക്ക് രണ്ടിനും ഇടയിലുള്ള അവസ്ഥയും കാണിക്കുന്നു. അതായത് നിരപ്പായിട്ടുള്ള ഒരു പ്രതലമാണ്, ആ പ്രതലത്തിൽ എന്താണ് കർഷണബലം ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, നമ്മൾ ഈ ഉരുട്ടി വിടുന്ന ബോൾ എന്ത് ചെയ്യുന്നു, വസ്തുവിന് ത്വരണവും ഉണ്ടാവില്ല, മന്ദീകരണവും ഉണ്ടാവില്ല. അതെന്താണ്, വസ്തു യൂണിഫോം വെലോസിറ്റിയിൽ എന്താണ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഗലീലിയോ അനുമാനിച്ചത്. അപ്പൊ നോക്കാം, ഇരട്ട ചരിവ് പ്രതലങ്ങൾ ഉപയോഗിച്ചുള്ള ഗലീലിയോയുടെ മറ്റൊരു പരീക്ഷണവും സമാന നിഗമനത്തിൽ എത്തിച്ചേരാൻ അദ്ദേഹത്തെ സഹായിച്ചു. നിശ്ചലാവസ്ഥയിൽ നിന്ന് മുക്തമാക്കപ്പെട്ട ഒരു പന്ത് ഒന്നാമത്തെ ചരിവ് പ്രതലത്തിലൂടെ താഴേക്ക് ഉരുളുകയും രണ്ടാമത്തെ പ്രതലത്തിലൂടെ മുകളിലേക്ക് ഉരുണ്ടു കയറുകയും ചെയ്യുന്നു. ഈ രണ്ട് പ്രതലങ്ങളിലും മിനുസമായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രതലത്തിൽ പന്ത് എത്തിച്ചേരുന്ന ഉയരവും ആദ്യം പന്ത് സ്ഥിതി ചെയ്തിരുന്ന ഉയരവും ഏകദേശം തുല്യമായിരുന്നേനെ. എത്തിച്ചേരുന്ന ഉയരം അല്പം കുറഞ്ഞിരിക്കും, എന്നാൽ ഒരിക്കലും കൂടില്ല. ഈ ചലനത്തിൽ കർഷണബലം പ്രവർത്തിക്കുന്നില്ല എന്ന് സങ്കല്പിച്ചാൽ പന്ത് എത്തിച്ചേരുന്ന ഉയരവും തുടക്കത്തിൽ പന്ത് സ്ഥിതി ചെയ്തിരുന്ന ഉയരവും തുല്യമായിരിക്കുമെന്ന് കാണാം. സോ രണ്ടാമത്തെ പ്രതലത്തിന്റെ ചരിവ് കുറച്ചുകൊണ്ട് വന്നാലും പന്ത് അതേ ഉയരത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നതായി കാണാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അതേ ഉയരത്തിലെത്താൻ പന്തിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. രണ്ടാമത്തെ പ്രതലത്തിന്റെ ചരിവ് 0 ആയാൽ പന്ത് അനന്ത ദൂരത്തേക്ക് സഞ്ചരിക്കും. ഇത് തീർച്ചയായും ഒരു സാങ്കല്പിക സന്ദർഭമാണ് അല്ലെ. പന്ത് എന്താണ്, അനന്ത ദൂരത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സ്റ്റോപ്പ് ചെയ്യാതെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാണ്, കർഷണബലം ഇല്ലാത്തപ്പോൾ. ഓക്കെ, സോ പ്രായോഗികമായി തിരശ്ചീന തലം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. തിരശ്ചീനം ഹൊറിസോണ്ടൽ തലം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പൊ പ്രായോഗികമായി തിരശ്ചീന തലത്തിലൂടെ സഞ്ചരിക്കുന്ന പന്ത് കുറച്ചു ദൂരം സഞ്ചരിച്ചതിന് ശേഷം നിശ്ചലമായി തീരുന്നുവെന്ന് നമുക്കറിയാം അല്ലെ. ഗലീലിയോ ആദ്യം പറഞ്ഞത് കർഷണം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അതെന്താണ്, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് എന്താ അറിയാവുന്നത്, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കൂടെ ഒരു ബോൾ സഞ്ചരിച്ചാൽ കുറച്ചു നേരം കഴിയുമ്പോൾ എന്താണ്, റെസ്റ്റിൽ വരും, ബിക്കോസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. പന്തിന്റെ ചലനത്തെ എതിർക്കുന്ന കർഷണ ബലത്തെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയാത്തതാണ് ഇതിന് കാരണം. കർഷണ ബലം നിലനിൽക്കുന്നെങ്കിൽ തിരശ്ചീന പ്രതലത്തിലൂടെ ഈ പന്ത് സ്ഥിര പ്രവേഗത്തോടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. സോ ഇപ്രകാരം അരിസ്റ്റോട്ടിൽ വിട്ടുപോയ ചലനത്തെ സംബന്ധിച്ച ഒരു വസ്തുത കൂട്ടിച്ചേർക്കാൻ ഗലീലിയോയ്ക്ക് കഴിഞ്ഞു. വസ്തുക്കളുടെ നിശ്ചലാവസ്ഥയും സ്ഥിര പ്രവേഗത്തോടുകൂടിയുള്ള നേർരേഖാ ചലനവും സമാനമാണ്. ഈ രണ്ട് അവസ്ഥകളിലും വസ്തുവിൽ ഒരു ബലവും പ്രവർത്തിക്കുന്നില്ല അല്ലെ. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദ ബോഡി എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. വെൻ ഇറ്റ് ഈസ് അറ്റ് ഐദർ അറ്റ് റെസ്റ്റ് ഓർ ഓഫ് ഇൻ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഒരു വസ്തു സമചലനത്തിൽ തുടരണമെങ്കിൽ അതിൽ ഒരു ബലം പ്രയോഗിക്കണമെന്ന വാദഗതി ശരിയല്ല. വസ്തുവിന്റെ സമചലനം നിലനിർത്തുന്നതിനായി വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന കർശന ബലത്തെ നിർവീര്യമാക്കാൻ ഒരു ബാഹ്യബലം പ്രയോഗിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ രണ്ട് ബലങ്ങളുടെയും ആകെത്തുകയായ ബാഹ്യബലം എന്താണ്? പൂജ്യമാകുന്നു. അപ്പൊ എന്താ പറയുന്നത്? വസ്തു സമചലനത്തിൽ തുടരണമെങ്കിൽ അതിലൊരു ബലം പ്രയോഗിക്കപ്പെടും എന്ന് പറയുന്നത് അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് അല്ല. പക്ഷെ എന്താണ്, ഈ വസ്തു ചലിക്കുന്ന പ്രതലത്തിൽ എന്താണ്, ഈ ഒരു ഘർഷണം ഉണ്ടെങ്കിൽ ആ ഘർഷണത്തിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്തേ പറ്റൂ, അല്ലെ? അതാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ രണ്ട് ബലങ്ങളുടെ ആകെത്തുക എന്താണ്? ബാഹ്യബലം എന്താണ്? പൂജ്യമാവുന്നു. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആവുന്നു. ചുരുക്കത്തിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന സഫല ബാഹ്യബലം അതാണ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് പൂജ്യമാകുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിലും സമപ്രവേഗത്തിൽ ചലിക്കുന്ന വസ്തു അതേ അവസ്ഥയിലും തുടരുന്നു. വസ്തുക്കളുടെ ഈ അവസ്ഥയെ ജഡത്വം എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് അതേ അവസ്ഥ തുടരാനും അതുപോലെ തന്നെ എന്താണ്, സമപ്രവേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തുവിന് അതേ അവസ്ഥയിൽ തുടരാനുമുള്ള ഒരു എന്താണ്, ടെൻഡൻസിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജഡത്വം എന്ന് പറയുന്നത്, അല്ലെ? അവരുടെ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ ജഡത്വം എന്നാൽ മാറ്റത്തിനുള്ള വിമുഖത, റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അല്ലെ? ടെൻഡൻസി ടു റിമെയിൻ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ, അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഏത് അവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള അവരുടെ ഒരു ടെൻഡൻസിയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ ബാഹ്യബലത്തിന്റെ പ്രേരണയില്ലെങ്കിൽ വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ സമചലനത്തിനോ മാറ്റം വരുത്താൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എന്താണ്, ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് റെസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ നിന്നോ മാറ്റിക്കൊണ്ട് വരാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പൊ ഈ ജഡത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു, അല്ലെ? എന്താണ്? എവരി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ്. അതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എന്താ പറയുന്നത്? നോക്കാം. ഓക്കെ. അപ്പൊ ഗലീലിയോയുടെ വിപ്ലവകരമായ ആശയങ്ങൾ അരിസ്റ്റോട്ടിലിന്റെ സിദ്ധാന്തത്തെ പൂർണ്ണമായും പുറന്തള്ളിക്കൊണ്ട് ബലതന്ത്രത്തിൽ ഒരു പുതുയുഗം സൃഷ്ടിച്ചു. അപ്പൊ ഗലീലിയോയുടെ ഈ ഒരു ആശയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞുള്ള കാര്യത്തെ എന്താണ്? തള്ളിക്കളഞ്ഞു. എന്നിട്ട് മെക്കാനിക്സ്, അതായത് നമ്മുടെ ബലതന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതിന്റെ റിസൾട്ട്സും, അതിനാണ് ഈ ബലതന്ത്രം, മെക്കാനിക്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പം ഇതിലെന്താണ്, ഒരു നമ്മുടെ ഫിസിക്സിന് ഒരു പുതിയൊരു എന്താണ്, റെവല്യൂഷൻ തന്നെ ആയിരുന്നു ഈ ഒരു ഈ സിദ്ധാന്തങ്ങൾ, തിയറീസ് എന്നൊക്കെ നമുക്ക് പറയാം. സോ അത് കഴിഞ്ഞെന്താ, ഈ മാറ്റത്തിന് സർ ഐസക് ന്യൂട്ടൺ കൂടുതൽ മഹത്തായ സംഭാവനകൾ നൽകി. ഗലീലിയോയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂട്ടൺ ബലതന്ത്രത്തിലെ 3 അടിസ്ഥാന നിയമങ്ങൾക്ക് രൂപം നൽകി. ഇവ ന്യൂട്ടന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്നു. ഗലീലിയോയുടെ ജഡത്വ നിയമത്തെ ആധാരമാക്കി ന്യൂട്ടൺ തന്റെ ഒന്നാം ചലന നിയമം രൂപീകരിച്ചു. അപ്പൊ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താണ്? ഗലീലിയോയുടെ ഈ ജഡത്വ നിയമത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പൊ എന്താണ്? ഒരു ബാഹ്യബലത്തിന്റെ അഭാവത്തിൽ വസ്തുക്കൾ അവയുടെ നിശ്ചലാവസ്ഥയോ നേർരേഖയിലുള്ള സമചലനമോ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് ബാഹ്യബലം എന്താണ്? പൂജ്യമായാൽ, എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയാൽ എന്താണ്? ഒബ്ജക്റ്റ് റെസ്റ്റിലോ അല്ലെങ്കിൽ എന്താണ്, യൂണിഫോം മോഷനിലോ ആണെങ്കിൽ അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ഓക്കെ. അപ്പൊ നിശ്ചലാവസ്ഥയിലും നേർരേഖയിലെ സമചലനത്തിലും വസ്തുവിന്റെ ത്വരണം പൂജ്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം ചലന നിയമത്തെ താഴെ പറയുന്ന പ്രകാരവും നിർവചിക്കാം. അതായത് എന്താണ്, നമുക്ക് വേറൊരു രീതിയിൽ ഫസ്റ്റ് ലോ പറയാം. എങ്ങനെയാണ്? ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ബാഹ്യബലം പൂജ്യമാണെങ്കിൽ ആ വസ്തുവിന്റെ ത്വരണം എന്തായിരിക്കും? പൂജ്യമായിരിക്കും, അല്ലെ? ഫോഴ്സ് 0 ആണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആണെന്നാണ് പറയുന്നത്. അതുപോലെ വസ്തുവിന്റെ സഫല ബാഹ്യബലം, അതായത് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ത്വരണം ഉണ്ടാകുകയുള്ളൂ. ഓക്കെ. അതായത് ഒരു നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്താണ്? ആക്സിലറേഷൻ ഉണ്ടാകുകയുള്ളൂ എന്നാ പറയുന്നത്. അതായത് ആക്സിലറേഷൻ 0 ആകാതിരിക്കണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് എന്തായിരിക്കണം? ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ. സോ ഈ നിയമം പ്രായോഗികമായി ഉപയോഗിക്കുമ്പോൾ 2 വ്യത്യസ്ത സന്ദർഭങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ചില സന്ദർഭങ്ങളിൽ വസ്തുക്കളിൽ പ്രയോഗിക്കപ്പെടുന്ന സഫല ബാഹ്യബലം പൂജ്യമാണെന്ന് നമുക്കറിയാം. ഇവിടെ വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണം പൂജ്യമാണെന്ന് കണക്കാക്കുന്നു. ഉദാഹരണത്തിന് നക്ഷത്രാന്തര സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ശൂന്യാകാശ പേടകത്തിന്റെ കാര്യം എടുക്കുക. ഇത് മറ്റെല്ലാ വസ്തുക്കളിൽ നിന്നും വളരെ അകലെയാണെന്നും അതിന്റെ റോക്കറ്റുകളെല്ലാം പ്രവർത്തനരഹിതമാക്കിയിരിക്കുകയാണെന്നും കരുതുക. ഈ സമയത്ത് പേടകത്തിൽ ഒരു ബാഹ്യബലവും പ്രവർത്തിക്കുന്നില്ല. തന്മൂലം ഒന്നാം ചലന നിയമം അനുസരിച്ച് ഈ പേടകത്തിന്റെ ത്വരണം എന്താണ്? പൂജ്യമാണ്. സോ പേടകം ചലിക്കുന്നുവെങ്കിൽ അതിന് സമപ്രവേഗത്തോടെയുള്ള ചലനം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ഫസ്റ്റ് ലോയ്ക്ക് 2 തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്.
ഒന്നാമത്തെ കേസാണ് പറയുന്നത്, അതായത് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്താണ്, സ്പേസിലാണ്, അല്ല ഇൻഡസ്ട്രിയൽ സ്പേസിൽ ഇരിക്കുന്ന ഒരു എന്താണ് സ്പേസ് ഷിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പേസ് ഷിപ്പാണ് നമ്മൾ നക്ഷത്രാന്തര സ്ഥലത്തിലൂടെയുള്ള ഒരു ശൂന്യാകാശ പേടകം, അതാണ് സ്പേസ് ഷിപ്പ്. ഓക്കെ, ആ സ്പേസ് ഷിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്താണ്, സ്പേസ് ഷിപ്പിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഫസ്റ്റ് ലോ വെച്ച് നമുക്ക് എന്ത് പറയാം, ആ സ്പേസ് ഷിപ്പിന്റെ ആക്സിലറേഷൻ എന്താണ്, 0 ആണ്. അല്ലെങ്കിൽ അതെന്താണ്, അതൊരു കണ്ടിന്യൂസ് യൂണിഫോം മോഷനിലാണ്, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലാണ്, ആ ഒരു സമപ്രവേഗത്തോടെയുള്ള ചലനത്തിലാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സ്പേസ് ഷിപ്പ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി വേറൊരു കേസ് നമുക്ക് പറയാം. എങ്ങനെയാണ്, വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ബലങ്ങളെ കുറിച്ച് നമുക്ക് എപ്പോഴും വ്യക്തമായ ധാരണ ഉണ്ടാവണമെന്നില്ല. അതായത് ഒരു വസ്തുവിന് ത്വരണം സംഭവിക്കുന്നില്ലെങ്കിൽ വസ്തു നിശ്ചലാവസ്ഥയിലോ രേഖീയ സമചലനത്തിലോ ആകാം. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം അനുസരിച്ച് വസ്തുവിൽ ബാഹ്യബലം അനുഭവപ്പെടുന്നില്ല എന്ന് നാം അനുമാനിക്കുന്നു. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഗുരുത്വാകർഷണം അനുഭവപ്പെടുന്നുണ്ട്. ഈ ഭൗമോപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഭൂമിയുടെ ആകർഷണ ബലത്തിന്റെ പരിധിയിലാണ്. കൂടാതെ ഇവ സഞ്ചരിക്കുമ്പോൾ ഘർഷണ ബലം, വിസ്കസ് ബലം മുതലായവയും അനുഭവപ്പെടുന്നു. അപ്രകാരം കണക്കാക്കുമ്പോൾ ഭൗമോപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തു നിശ്ചലാവസ്ഥയിലോ രേഖീയ സമചലനത്തിലോ ആണെങ്കിൽ അത് വസ്തുവിൽ ബാഹ്യബലവും അനുഭവപ്പെടാത്തത് മൂലമല്ല, മറിച്ച് ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്ത ബാഹ്യബലങ്ങളുടെ പരസ്പരം റദ്ദാക്കപ്പെടുന്നത് മൂലമോ അഥവാ സഫല ബാഹ്യബലം 0 ആകുന്നത് മൂലമോ ആയിരിക്കും. അതായത് എന്താണ്, നമ്മൾ നേരത്തെ സ്പേസ് ഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ സ്പേസ് ഷിപ്പിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, നമ്മുടെ എർത്തിന്റെ സർഫസിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാന്ന്, അല്ലെ, അത് ഒന്നെങ്കിൽ റെസ്റ്റിലോ അല്ലെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റിയിലോ ട്രാവൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും എന്താ, ഫസ്റ്റ് ലോ വെച്ചിട്ട് നമുക്ക് പറയാം ആക്സലറേഷൻ 0 ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്ന് പറയാം. പക്ഷെ എന്താ, അത് അങ്ങനെ പറയുന്നതിനെക്കാട്ടിലും എന്താണ്, അപ്പം നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ ഒരു ഫോഴ്സുകളും ആക്ട് ചെയ്യുന്നില്ല എന്നല്ല ഇതിന്റെ അർത്ഥം, അല്ലെ. എന്താണ്, അത് വസ്തുവിൽ ബാഹ്യബലം അനുഭവപ്പെടാത്തത് മൂലമാണ്, അല്ലെ, എക്സ്റ്റേണൽ ഫോഴ്സ് അനുഭവപ്പെടാത്തതാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ വ്യത്യസ്ത ബാഹ്യബലങ്ങൾ എന്ത് ചെയ്യുന്നു, പരസ്പരം റദ്ദാക്കപ്പെടുന്നു, അല്ലെ, അവര് ദ ക്യാൻസൽ ഈച്ച് അതർ. പല പല എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതെല്ലാം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോകുന്നു. അതുകൊണ്ടാണ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയത്. അപ്പൊ എർത്തിന്റെ ഗ്രാവിറ്റിയുടെ അണ്ടറിലോ അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിലോ ഒക്കെ ഒരു മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനകത്ത് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്ന് പറയാൻ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളുടെയും എന്താണ്, ഫോഴ്സുകളുടെ സം എടുക്കുമ്പോൾ 0 ആയിരിക്കും. അല്ലെങ്കിൽ അതെന്താണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്ത് പോകും എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരു ഫോഴ്സും അതിനകത്ത്, അതായത് ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സും അതിനകത്ത് ആക്ട് ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറച്ച് ഫോഴ്സ് ഒക്കെ, വിസ്കസ് ഫോഴ്സ് ആയാലും ഫ്രിക്ഷണൽ ഫോഴ്സ് ആയാലും എക്സെട്ര ഒക്കെ അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം ടോട്ടൽ സം എന്ന് പറയുന്നത് എന്തായി പോകും, 0 ആയി പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. ചിത്രം 5.2a കാണിച്ചിരിക്കുന്നത് പോലെ തിരശ്ചീന പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുസ്തകത്തെ പരിഗണിക്കുക. ഈ പുസ്തകത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് ബാഹ്യബലങ്ങളാണ് താഴേക്ക് പ്രവർത്തിക്കുന്ന ഭൂഗുരുത്വാകർഷണ ബലവും പുസ്തകത്തിൽ മേശ മുകളിലേക്ക് പ്രയോഗിക്കുന്ന R എന്ന ലംബബലവും സ്വയം ക്രമീകരിക്കാൻ കഴിവുള്ള ബലമാണ് R. സോ മുകളിൽ പറഞ്ഞതുപോലെയുള്ള അവസ്ഥയുടെ ഒരു ഉദാഹരണമാണിത്. അപ്പൊ എന്ത് ചെയ്തേ, എന്താണ് ഫിഗർ നോക്കട്ടെ. ഓക്കെ, ഇതാണ് എ എന്ന് പറയുന്ന ഫിഗർ. 5.2 ഒരു ടേബിളിന്റെ പുറത്ത് എന്താണ്, ഒരു ബുക്ക് ഇരിപ്പുണ്ട്, അല്ലെ. അപ്പൊ ആ ബുക്കിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് ഏതൊക്കെയാണ്, ഒന്ന് അതിന്റെ വെയിറ്റ്, അതായത് W എന്ന് പറയുന്നത്, നമ്മൾ എന്താ mg എന്ന് പറയുന്ന വെയിറ്റ് എന്താണ്, താഴോട്ട് ആക്ട് ചെയ്യും, അല്ലെ, അതെന്താണ് താഴോട്ട് ആക്ട് ചെയ്യും. അതെന്തുകൊണ്ടാണ്, കാരണം ഗ്രാവിറ്റി കാരണമാണ് ഒബ്ജക്റ്റിന്, ഇത് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. വെയിറ്റ് W വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇതെന്താണ്, ഒരു ഇവിടെ പറയുന്നുണ്ട് ലംബമായിട്ടുള്ള ഒരു ബലം. ലംബമായിട്ടുള്ള ബലം എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അതിനെ നമ്മൾ R എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ വെയിറ്റ് വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ്. അതുപോലെ ഒരു ലംബമായിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ലംബമായിട്ടുള്ള എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ എന്നാണ് അർത്ഥം. ഓക്കെ, ലംബമായിട്ടുള്ള ബലവും ഉണ്ട്. ആ ബലം എന്താണ്, എന്താണ്, പുസ്തകത്തിൽ മേൽ മേശ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് എന്ന ലംബബലം. സോ അത് ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓർ നോർമൽ ഫോഴ്സ്. നോർമൽ പെർപെൻഡിക്കുലർ ഒക്കെ എന്താണെന്ന് അറിയാലോ, 90 ഡിഗ്രി വിത്ത് ദ സർഫസ്. അതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്, അല്ലെ. ഒരു പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ് നമ്മൾ പെർപെൻഡിക്കുലർ. അതിനെയാണ് നമ്മൾ ലംബം എന്ന് പറഞ്ഞത്. ദെൻ നോർമൽ. ഓക്കെ, നോർമലിനെയാണ് നമ്മൾ ലംബം എന്ന് പറഞ്ഞത്. സോ അതായത് ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, ഓക്കെ, അപ്പം പുസ്തകത്തിൽ മേൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന R എന്ന ലംബബലവും സ്വയം ക്രമീകരിക്കാൻ കഴിവുള്ള ബലമാണ്.
ആർ ബലമാണ് 6. മുകളിൽ പറഞ്ഞതുപോലെ പോലെയുള്ള അവസ്ഥയുടെ ഒരു ഉദാഹരണമാണിത്. ഇവിടെ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും വസ്തുവിന്റെ ചലനത്തിന്റെ അവസ്ഥയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പുസ്തകം നിശ്ചലാവസ്ഥയിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂലം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം അനുസരിച്ച് ആർ എന്ന ബലത്തിന്റെ അളവും ഡബ്ല്യു എന്ന ബലത്തിന്റെ അളവും തുല്യമായിരിക്കണം എന്ന് അനുമാനിക്കാം. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ആർ. അതായത് അതുകൊണ്ട് ഈ ബലങ്ങൾ നിർവീര്യമാക്കപ്പെടുകയും അതിനാൽ പുസ്തകം നിശ്ചലാവസ്ഥയിലായിരിക്കുമെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇത് തെറ്റായ നിഗമനമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഡബ്ല്യുവും ആറും ഈക്വൽ ആണ് എന്ന് നമ്മൾ പറയുന്നു. എന്നിട്ട് ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഈ രണ്ട് ബലങ്ങളും എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോകും. കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണല്ലോ. ഡബ്ല്യു ആറും ഈക്വൽ ആണെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഒരെണ്ണം മേലോട്ടാണ് ഒരെണ്ണം താഴോട്ടാണ്. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകുമ്പോൾ അവർ ക്യാൻസൽ ആയി പോകുന്നു എന്ന് നമ്മൾ പറയുന്നു. എന്നിട്ട് പറയുന്നു അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് സീറോ ആകുന്നത്, കാരണം നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആയതുകൊണ്ട്. പക്ഷെ ഇങ്ങനെ പറയുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് തെറ്റാണ്. ശരിയായിട്ടുള്ള നിഗമനം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്നാം ചലന നിയമം അനുസരിച്ച് പുസ്തകം നിശ്ചലാവസ്ഥയിൽ തുടരുന്നതിന് നിന്ന് അതിൽ അനുഭവപ്പെടുന്ന സഫല ബാഹ്യബലം 0 ആണെന്ന് കണക്കാക്കാം. അതായത് നമുക്കറിയാലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അത് നിശ്ചലാവസ്ഥയിലാണോ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നമുക്ക് അറിയാം. അപ്പൊ നിശ്ചലാവസ്ഥയിലായതുകൊണ്ട് നമുക്ക് പറയാം അതിനകത്തുള്ള നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡബ്ല്യു ഇസ് ഈക്വൽ ടു ആർ എന്ന് പറയാം. അതായത് ഭാരം അഥവാ ഡബ്ല്യു എന്ന ബലവും ലംബമായ ആർ എന്ന ബലവും തുല്യവും വിപരീതമായിരിക്കും എന്നതാണ് ശരിയായ നിഗമനം. അല്ലാതെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ആർ ആണ്, രണ്ടും ഈക്വൽ ആണ്, അത് രണ്ടും ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ട് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്, അതുകൊണ്ട് ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് എന്ന് പറയുന്നതിന് തിരിച്ചു പറയുന്നതാണ് ശരിയായിട്ടുള്ള നിഗമനം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും ചലിക്കാൻ തുടങ്ങുന്ന ഒരു കാർ സങ്കല്പിക്കുക. കാർ വേഗം നേടുകയും തുടർന്ന് മിനുസമുള്ള നേർപാതയിലൂടെ സമവേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക. കാർ നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ അതിൽ ഒരു ബാഹ്യബലവും പ്രവർത്തിക്കുന്നില്ല. ചലിച്ചു തുടങ്ങുമ്പോൾ കാറിന് ത്വരണം ഉണ്ടാകുന്നു. കാറിനുമേൽ അനുഭവപ്പെടുന്ന ഒരു സഫല ബാഹ്യബലത്തിന്റെ മാത്രം പ്രഭാവത്താലാണ് ഇത് സംഭവിക്കുന്നത്. സോ ആന്തരിക ബലങ്ങൾക്ക് കാറിൽ ത്വരണം സൃഷ്ടിക്കാൻ സാധിക്കില്ല. റോഡിലൂടെ ചലിക്കുമ്പോൾ അനുഭവപ്പെടുന്ന കർശന ബലമാണ് കാറിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ബാഹ്യബലം. സോ ഇത് നമ്മെ അമ്പരിപ്പിക്കുന്നുവെങ്കിലും ഒരു സത്യമാണ്. അതായത് ഒരു കാറ് ഒരു റോഡിലൂടെ ട്രാവൽ ചെയ്യുവാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഏക എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കാറിൽ നമ്മുടെ റോഡ് കൊടുക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാറിന്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു ഫോഴ്സ് ഇല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ദ ഓൺലി ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ദാറ്റ് ഈസ് ആക്ടിങ് അലോങ് the frictional force of the that is given by the road എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് കാർ എന്ത് ചെയ്യുന്നത്? ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് ഘർഷണ ബലമാണ് കാറിന് ത്വരണം നൽകുന്നത്, അല്ലെ? റോഡ് കൊടുക്കുന്ന കർശന ബലമാണ് ത്വരണം നൽകുന്നത്. സോ ഇതേക്കുറിച്ച് ഭാഗം 5.9 വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. കാർ തുടർന്ന് സമപ്രവേഗത്തോടെ സഞ്ചരിക്കുമ്പോൾ അതിൽ ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നില്ല. ഒന്നാം ചലന നിയമത്തിൽ നിർവചിക്കുന്ന ജഡത്വം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമുക്ക് അനുഭവവേദ്യമാണ്. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിൽ നാം നിൽക്കുകയാണ് എന്നിരിക്കട്ടെ. ഡ്രൈവർ പെട്ടെന്ന് ബസ് മുന്നോട്ടെടുക്കുന്നു എന്ന് കരുതുക. എന്താ സംഭവിക്കുന്നത്? നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബസ്സിൽ ഡ്രൈവർ പെട്ടെന്ന് മുന്നോട്ടെടുക്കും, നമ്മൾ പെട്ടെന്ന് പുറകോട്ട് പോകും, അല്ലെ? നാം പുറകിലേക്ക് വീഴാൻ തുടങ്ങും. ഇതെന്താണ്? ജഡത്വ നിയമമാണ്. എന്താ നോക്കാം. എന്താണ് ഇതിന് കാരണം? നമ്മുടെ പാദങ്ങൾ ബസ്സിന്റെ തറയുമായി നോക്കിക്കോണേ, നമ്മുടെ പാദങ്ങൾ ബസ്സിന്റെ തറയുമായി സമ്പർക്കത്തിലാണ്. സോ ഘർഷണമില്ലെങ്കിൽ ബസ് മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് ബസ്സിന്റെ തറ നമ്മുടെ പാദങ്ങൾക്കടിയിലൂടെ മുന്നോട്ട് തെന്നി നീങ്ങുകയും നാം നിൽക്കുന്ന അതേ സ്ഥലത്ത് തുടരുകയും അല്പം കഴിയുമ്പോൾ ബസ്സിന്റെ പിൻഭാഗം നമ്മെ ഇടിക്കുകയും ചെയ്യും. അതായത് ഘർഷണം ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് അവിടെ നിന്നിട്ട് ബസ് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ബസ്സിന്റെ പുറകിൽ പോയിരിക്കും. പക്ഷെ ഘർഷണം ഉണ്ട്, അല്ലെ? അപ്പൊ എന്നാൽ നമ്മുടെ പാദങ്ങളും ബസ്സിന്റെ തറയും തമ്മിൽ ഘർഷണ ബലം നിലനിൽക്കുന്നുണ്ട്. സോ എന്താ സംഭവിക്കുന്നത്? ബസ് ചലിക്കാൻ തുടങ്ങുന്നത് വളരെ പെട്ടെന്നല്ലെങ്കിൽ, അതായത് ത്വരണം വളരെ കൂടുതലല്ലെങ്കിൽ നമ്മുടെ പാദങ്ങൾക്ക് ബസ്സിനോടൊപ്പം ത്വരണം നൽകാൻ കർശന ബലത്തിന് സാധിക്കുന്നു. പക്ഷെ നമ്മുടെ ശരീരം ദൃഢവസ്തുവല്ല. അതായത് നമ്മുടെ കാല് ബസ്സിന്റെ സർഫസിനോട് അടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് കാർ ഇങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബസ് ഇങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ എന്താണ്? ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം നമ്മുടെ കാലിനും എന്താണ് ബസ്സിന് കിട്ടുന്ന അതേ ആക്സലറേഷൻ നമ്മുടെ കാലിനും പതുക്കെ കിട്ടുന്നു. കാരണം നമ്മുടെ കാലും ബസ്സും തമ്മിൽ എന്താണ്? കോണ്ടാക്റ്റിലാണ്, അവർക്കിടയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ അപ്പർ ബോഡിയെ കുറിച്ച് പറയാം. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു ദൃഢവസ്തുവാണ്, അല്ലെ? റിജിഡ് ബോഡി ദൃഢവസ്തു അല്ല. അതിനകത്ത് എന്താണ്? ഡിഫോർമേഷൻസ് ഒക്കെ രൂപമാറ്റം സംഭവിക്കാൻ പറ്റുന്നൊരു
ബോഡിയാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അല്ലെ. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ ആപേക്ഷിക ചലനം സാധിക്കും. സോ പാദങ്ങൾ ബസ്സിനോടൊപ്പം മുന്നോട്ട് സഞ്ചരിച്ചാലും മറ്റ് ശരീരഭാഗങ്ങൾ ജഡത്വം മൂലം നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും അല്ലെ. അപ്പൊ നമ്മുടെ കാല് എന്താണ് ബസ്സിന്റെ സർഫസുമായിട്ട് കോണ്ടാക്റ്റിലാണ്. അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് കാറിന് എന്താണ് ആ ബസ്സിന്റെ ആക്സിലറേഷൻ അല്ലെ ബസ്സിന്റെ ആ ഒരു ത്വരണം എന്ത് ചെയ്യുന്നുണ്ട്, കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ അപ്പർ ബോഡി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ജഡത്വ നിയമം കാരണം, അതായത് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്നത് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബസ് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പുറകോട്ട് പോകുന്നത്. ഓക്കെ. സോ ഇത് സംഭവിക്കുമ്പോൾ പാദത്തിന് മുകളിലുള്ള മറ്റു ശരീരഭാഗങ്ങളിലെ പേശികൾ ബലം ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെയും ബസ്സിനോടൊപ്പം ചലിക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് പുറകോട്ട് ആഞ്ഞു കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ശരീരഭാഗങ്ങളിലെ പേശികൾ അല്ലെ, പേശികൾ എന്ന് പറഞ്ഞാൽ മസിൽസ് അല്ലെ, മസിൽസ് എന്ത് ചെയ്യുന്നു, നമ്മളെ പിന്നീട് ബസ്സിനോടൊപ്പം സഞ്ചരിക്കാനുള്ള ആ ഒരു എന്താണ് ആ ഒരു മോഷൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അവരൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ആ ഫോഴ്സിന്റെ ആ ഫോഴ്സ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചലിക്കുന്നത്, ബസ്സിനോടൊപ്പം ചലിക്കുന്നത്. സോ ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചും പറയാം. എന്താണ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോഴും എന്താ സംഭവിക്കുന്നത്, ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. നമ്മുടെ പാദങ്ങൾ ബസ്സിന്റെ തറയും തമ്മിലുള്ള കർശന ബലം പാദങ്ങൾക്ക് ബസ്സിന്റെ തറയുമായുള്ള ആപേക്ഷിക ചലനത്തെ തടയുന്നു. എന്നാൽ നമ്മുടെ മറ്റു ശരീരഭാഗങ്ങൾ ജഡത്വം കാരണം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. തന്മൂലം നാം മുന്നോട്ട് വീഴാൻ തുടങ്ങുകയും പേശികൾ ഉപയോഗിക്കുന്ന പുനഃസ്ഥാപന ബലം നമ്മൾ പറഞ്ഞു, പേശികൾ ഒരു ബലം ഉപയോഗിച്ച് ആണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ബസ്സിനോടൊപ്പം ചലിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ ആ പേശികൾ ഉപയോഗിക്കുന്ന പുനഃസ്ഥാപനം റീസ്റ്റോറിംഗ് ഫോഴ്സ് മൂലം എന്താണ് ക്രമേണ ശരീരം മുഴുവൻ നിശ്ചലാവസ്ഥയിൽ എത്തുകയും ചെയ്യുന്നു. ഓക്കെ. സോ ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം 5.1 നക്ഷത്രാന്തര തലത്തിലൂടെ 100 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ സ്ഥിരനിരക്കിൽ ത്വരണമുള്ള ചെറിയ ബഹിരാകാശയാനത്തിൽ നിന്ന് ഒരു ബഹിരാകാശ സഞ്ചാരി ആകസ്മികമായി വേർപെട്ടു പോകുന്നു. ബഹിരാകാശയാനത്തിൽ നിന്ന് പുറത്തെത്തിയ ശേഷം തൊട്ടടുത്ത നിമിഷത്തിൽ ബഹിരാകാശ സഞ്ചാരിക്കുള്ള ത്വരണം എത്ര? ബഹിരാകാശ സഞ്ചാരിയും ഗുരുത്വബലവും പ്രയോഗിക്കുന്നതിനായി മറ്റു നക്ഷത്രങ്ങളൊന്നും സമീപത്ത് സ്ഥിതി ചെയ്യുന്നില്ലെന്ന് സങ്കല്പിക്കുക. അതായത് എന്താണ്, ഒരു സ്പേസ് ഷിപ്പിൽ കൂടെ ഉള്ള ഒരു ആസ്ട്രോനോട്ട് പെട്ടെന്ന് എന്താണ് അതിന്റെ പുറത്തോട്ട് ആയിപ്പോയി അല്ലെ, അതിന്റെ പുറത്തോട്ട് ആയിപ്പോയി. അപ്പം അതിന്റെ ഒരു വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, ആക്സലറേഷൻ തന്നിട്ടുണ്ട്, 100 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആസ്ട്രോനോട്ടിന്റെ ബഹിരാകാശ സഞ്ചാരിയുടെ ത്വരണം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഇയാള് എന്താണ് സ്പേസിലോട്ടാണ് വീണു പോയത് അല്ലെ. ആൻഡ് അതിന് ചുറ്റും അയാളുടെ മേല് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് മറ്റ് നക്ഷത്രങ്ങളൊന്നും ഇല്ല അല്ലെ, വേറെ പ്ലാനറ്റ്സോ സ്റ്റാർസോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്താണ് പുള്ളിയുടെ അടുത്തൊന്നും ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുക, ഗുരുത്വബലം പ്രയോഗിക്കുന്നതിന് വേണ്ടി സമീപത്തായി മറ്റു നക്ഷത്രങ്ങളൊന്നും സ്ഥിതി ചെയ്യാത്തതിനും ബഹിരാകാശയാനം സഞ്ചാരിയുടെ മേൽ പ്രയോഗിക്കുന്ന ഗുരുത്വബലം വളരെ ദുർബലമായതിനാലും ബഹിരാകാശയാനത്തിൽ പുറത്തെത്തിയ സഞ്ചാരിയുടെ മേൽ അനുഭവപ്പെടുന്ന ആകെ ബലം എന്താണ്, 0ആണ്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ആ സ്പേസിൽ ട്രാവൽ ചെയ്യുകയാണ്. അപ്പൊ ആള് പുറത്തോട്ട് പോയപ്പോഴത്തേക്കും എന്താണ്, ആള് പുറത്തായി പോയി, ആ സ്പേസ് ഷിപ്പിന് പുറത്തായി പോയി. അപ്പൊ അയാളുടെ പുറത്ത് എക്സേർട്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അത് പ്രത്യേകം പറയുന്നുണ്ട്. ചുറ്റും വേറെ സ്റ്റാർസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എന്താ പറയുന്നത്, അയാളിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്, 0 ആണ്. സോ അതിൽ നിന്ന് ഒന്നാം ചലന നിയമത്തിനനുസരിച്ച് ബഹിരാകാശ സഞ്ചാരിയുടെ ത്വരണം എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. ഫസ്റ്റ് ലോ അതാ പറയുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ എന്താണ്, ത്വരണവും 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഏതെങ്കിലും സെന്റൻസിൽ പിശകോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. അതാകുമ്പോൾ ഇനി വീഡിയോസ് കാണുന്നവർക്ക് ഇവിടെ അത് ആ കമന്റ് കാണാമല്ലോ. ഓക്കെ. പിന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ കെമിസ്ട്രിയുടെ ക്ലാസ്സസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പം ആറ്റം മോഡൽസ്, അതുപോലെ തന്നെ നമ്മുടെ ആറ്റത്തിന്റെ മോഡൽസ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പിന്നെ കുറച്ച് ഓഫ് പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് കെമിസ്ട്രി പോർഷൻസ് കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.